അതുപോലെ ഈ കോൺഗ്രസിന്റെ തോൽവി എന്നുള്ളതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ തുടർ തോൽവികൾ അതും വലിയ രീതിയിൽ ചർച്ചയാകുമെന്ന് തോന്നുന്നു അല്ലേ? സത്യത്തിൽ ഇന്നേ ദിവസം രാഹുൽ ഗാന്ധിയെ നമ്മൾ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ ശാപം കിട്ടും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സത്യത്തിൽ ഈ പരാജയത്തിൽ രാഹുൽ ഗാന്ധി അത്ര വലിയ പങ്ക് വഹിച്ചിട്ടില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ അവിടെ ബീഹാറിൽ ഇവർ ജയിക്കാൻ ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല. ഒന്ന്. രണ്ടാമത് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്ന് പറയുന്നത് തേജസ്വി യാദവിൻ്റെ പാർട്ടിയാണ്. ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും അവർക്ക് കിട്ടുക. ഇതൊരു മൈനർ പാർട്ണറാണ്. ഇപ്പോൾ ജാർഖണ്ഡിൽ പരാജയമുണ്ട്, ആർക്കാ ദോഷം പറ്റുന്നത്? കോൺഗ്രസിനല്ല, ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കാണ്. അതാണ് സംഗതി. പിന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് പോരായ്മയില്ലെന്നല്ല പറഞ്ഞു. കോൺഗ്രസ്സിൽ ഒരു വക്താവായിട്ട് പ്രവർത്തിക്കുന്ന പപ്പു യാദവാണ്. ഏത് അധോലോക നായകനായിരുന്ന പപ്പു യാദവ് ഇപ്പോൾ ഒരു പാർലമെൻറ്റ് മെമ്പറാണ്. അത് ജയിച്ചതിന് ശേഷം, സ്വതന്ത്രനായി നിന്ന് ജയിച്ചതിന് ശേഷം കോൺഗ്രസിൽ ചേർന്നു. അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ 99 100ആയി മാറിയത്. ആ പപ്പു യാദവൊക്കെയാണ് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഈ 8ാം ക്ലാസ്സിൽ തോറ്റവൻ്റെ കാര്യം പറഞ്ഞു വിട്ടാണ് പപ്പു യാദവ്. അത് മാത്രമല്ല, ഈ കിട്ടിയ സീറ്റ്, ഇവർക്ക് സീറ്റ് കൊടുക്കാൻ തന്നെ തേജസ്വി യാദവ് വിമുഖനായിരുന്നു. കാരണം കൊടുക്കുന്ന സീറ്റ് തോക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവർക്ക് യാതൊരു പിൻബലവുമില്ല. ഇനി ഏതെങ്കിലും ഒരുത്തൻ കയ്യിൽ നിന്ന് കാശിലവാക്കി തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിച്ചാൽ ജയിച്ചു, അത്രേ ഉള്ളൂ. കോൺഗ്രസിന് സംഘടനാ സംവിധാനമില്ല, സമുദായ പിന്തുണയില്ല, രാഷ്ട്രീയ പിന്തുണയില്ല, ഒന്നുമില്ല ബീഹാർ. അപ്പോൾ പിന്നെ അവർക്ക് കൊടുക്കുന്ന സീറ്റ് എന്ന് വെച്ചാൽ പോയ സീറ്റാണ്. അതുകൊണ്ട് ആണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ എന്താ ബാക്കിയുള്ളത്? ആ കിട്ടിയ സീറ്റ് തന്നെ പലതും ഇവർ ലേലം വിളിച്ച് വിൽക്കുകയാണ് ചെയ്തത്. ലേലം വിളിച്ച് വിറ്റു. മനസ്സിലായി? കൂടുതൽ കാശ് കൊടുക്കുന്നവർക്ക് സീറ്റ് കൊടുക്കും. എന്നിട്ട് സീറ്റ് കിട്ടാത്തവർ ഈ ഖാദർ കുപ്പായം വലിച്ചു കീറി പ്രതിഷേധിക്കുന്നതൊക്കെ ടി വിയിൽ കണ്ടു. അതുപോലെ നിലത്ത് കിടന്ന് ഉരുളുന്നത് നമ്മൾ കണ്ടു. ശയനപ്രതിഷ്ഠം സീറ്റ് കിട്ടാൻ വേണ്ടി. ഏത് കോൺഗ്രസിൻ്റെ തുവക്കം പോകുന്ന സീറ്റാണ്. ആ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നെഞ്ചത്തിരി നിലവിളി നടത്തുന്നത്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് തോറ്റു, അത്ര തന്നെയുള്ളൂ. അതിന് അത്ര വലിയൊരു പരാജയം എന്ന് പറയാനില്ല. പരാജയം ഭയങ്കരമാണ്, പക്ഷേ ജയിക്കാനൊരു സാധ്യത ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസോ RJDയോ തോൽക്കുകയല്ല ചെയ്തത്. അവിടെ ജനതാദളും BJPയും ജയിക്കുകയാണ് ചെയ്തത്. അത് പോസിറ്റീവായിട്ടുള്ളൊരു വോട്ടാണ്.